എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കിച്ചണിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത്. ആകാശത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഇങ്ങനെ മുറിച്ച് വെച്ച കണക്കെ എനിക്ക് ചെറിയൊരു കാഴ്ചയാണ് കേട്ടോ. ഞാൻ കാണുന്ന ആകാശവും കാഴ്ചകളൊക്കെയാണ് സ്ഥിരമായിട്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയിട്ടാണ് എൻ്റെ പണികളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. മിക്കവാറും ചായ കുടിക്കുന്നതൊക്കെ ചിലപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ടായിരിക്കും കേട്ടോ. രാവിലെ നല്ല വെയിലായിരിക്കുള്ളൂ, എന്നാലും നമുക്ക് അത്രയ്ക്ക് ഇങ്ങനെ ഡയറക്റ്റ് വെയിലടിക്കില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് അടുത്ത ഫ്ലാറ്റിലെ ആൻറ്റി നല്ല കരിവേപ്പില കുറച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ആൻറ്റിയുടെ വീട്ടിൽ ഗസ്റ്റ് ആരോ വന്നപ്പോൾ അവർ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നതുകൊണ്ട് ഒരു കവർ എനിക്കങ്ങ് തന്നു. അപ്പോൾ നല്ല കറിവേപ്പിലായിരുന്നു. അപ്പോൾ അവരുടെ വീട് കോയമ്പത്തൂരാണ് കേട്ടോ. അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. മഴയൊക്കെ പെയ്ത് നിന്നതുകൊണ്ട് തന്നെ ഒട്ടും പൊടിയോ അഴുക്കോ ഒന്നുമില്ലാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഇലകളായിരുന്നു കേട്ടോ. എല്ലാം ഒരു പുഴുക്കടിയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കരുതി എന്നാൽ എല്ലാം അടർത്തിയിട്ട് ടിന്നുകളിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പാറും കൂടെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പണികളൊക്കെ എൻ്റെ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിനിരുന്നത്. അപ്പോൾ അവർ തലേദിവസം കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അങ്ങനെ അധികം നേരം പുറത്ത് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും പാറും കൂടെ ഇതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ഉതിർത്തിയിട്ടിട്ട് അത് ഓരോ ടിന്നിലാക്കി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പാറുവിനും ഈ വക പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെ കിച്ചണിൽ ഇങ്ങനെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുമ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ അച്ചിങ്ങയൊക്കെ ഒടിക്കൂലേ, അപ്പോഴൊക്കെ പാറുവിന് ഭയങ്കര ഇഷ്ടം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കൂടെ അങ്ങനെ ഇരുന്നോളും. അങ്ങനെ ഞാനും പാറുക്കുട്ടിയും കൂടിയാണ് ഇതെല്ലാം ചെയ്യണത്. അപ്പോൾ ചെറിയ ടിന്നിലാക്കി വെച്ചാൽ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്കിവിടെ ചെന്നൈയിൽ നല്ല കരിവേപ്പിലയൊക്കെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്തൊക്കെ വിഷം അടിച്ചിട്ടാണ് വരണതെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും കൊണ്ടുവരാറുണ്ട്, അല്ലാതെ ഇങ്ങനെ കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പാഴ്സലിലൊക്കെ അമ്മ ഒരു ചെറിയ കവർ വയ്ക്കാറുണ്ട് വീട്ടിലത്തെ. അങ്ങനെ ഇതെല്ലാം കുറേ കുതിർത്തി ഇട്ടു. എന്നിട്ട് ഞങ്ങളിത് ആ ടിന്നിലാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ പാറുവിന് തന്നെ എല്ലാം ചെയ്യണം കേട്ടോ. അവൾക്ക് അങ്ങനെ അതിനൊരു അവസരം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബഹളമായിരിക്കുള്ളൂ, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല. അപ്പോൾ പിള്ളേരും നമ്മുടെ കൂടെ ഇങ്ങനെ കൂടുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. ഇങ്ങനെ എത്ര ദിവസമായി എന്നറിയോ പാറു ഇങ്ങനെ അടച്ചിതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണേ. സ്കൂൾ പൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ ആൾ പുറത്തൊന്നും അധികം പോകണില്ലല്ലോ. അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ആ ഒരു ഇതിൽ എൻഗേജ്ഡ് ആയിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു ടിന്നിലാക്കി വെച്ചു. പിന്നെ ഒരു ചെറിയൊരു ടിന്നും കൂടെ എടുക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നിരുന്ന 3 ടിന്നും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ബാക്കി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ തന്നെ ഒരക്കയുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ അക്കയ്ക്ക് കൊടുക്കുവാണ്. ഒരു കവറിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അക്ക വന്നിട്ടുണ്ട്. അക്ക ചെറിയ പണികളിലൊക്കെയാണ്. അപ്പം എന്നാൽ അക്ക കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവർക്കും ഇതുപോലെ കടയിൽ നിന്ന് കിട്ടുന്നത് ഇതുപോലത്തെ സാധനങ്ങളല്ലേ. അപ്പോൾ ഇതാ ഈ ഒരു ടിന്നിലും കൂടെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പാറുക്കുട്ടിയും ഞാനും കൂടെ ആയിരുന്നു പരിപാടികളൊക്കെ. ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്ഥിരം നമ്മൾ പച്ചമുളകും ഉള്ളിയും ഒക്കെ കരിവേപ്പിലയൊക്കെ ഞാനൊരു ബോക്സിലാക്കി അങ്ങ് വെക്കും. ഇതുപോലെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ അതിലാക്കി വെക്കുമ്പോൾ നമുക്ക് ഒറ്റ ഇതിനെല്ലാം എടുക്കാമല്ലോ, അല്ലെങ്കിൽ പല പല ബോക്സ് ഫ്രിഡ്ജിൽ നിന്ന് ഒരുമിച്ച് എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഇതിൽ അത്യാവശ്യം ഞാൻ എടുക്കുന്ന മുളകും പച്ചമുളകും കറിവേപ്പില പിന്നെ ഉള്ളി നന്നാക്കിയത് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കറിക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് എല്ലാം എടുക്കാം. പിന്നെ ഞങ്ങൾ ഇഡ്ഡലി മാവിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിടുവാണേ. അത് അരി വെള്ളത്തിലിടുമ്പോഴും കഴുകുമ്പോഴും ഒക്കെ പാറു കണ്ടു കഴിഞ്ഞാൽ എവിടെ നിന്നാണെങ്കിലും ഓടി വരും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ പണികളിലൊക്കെ കുറേ പാറും കൂടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഈ അരി ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി പരന്ന അരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് സാധാരണ പച്ചരിനേക്കാളും. അപ്പോൾ അത് ഞാൻ 3 ഗ്ലാസ് അളന്നെടുത്തിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ് ഉഴുന്നും കൂടെ എടുക്കണം. അപ്പോൾ ഈ ഉഴുന്ന് ഞാൻ 1 ഗ്ലാസ് ഇങ്ങനെ കുമിഞ്ഞെടുത്തിട്ട് ഒരു പിടിയില്ല, ഒരു ഇച്ചിരിയും കൂടെ ഇടും കേട്ടോ. കാരണം ഞാൻ കുറച്ച് അവലും കൂടെ ചേർക്കും. ഒരുപാടല്ല, ഒരു 2-3 ടേബിൾ സ്പൂൺ അവൽ ചേർക്കും. അപ്പോൾ ഉഴുന്ന് കറക്റ്റ് പ്രപ്പോർഷൻ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ചെയ്യണേ. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ഇഡ്ഡലി ആയിരിക്കും കേട്ടോ. കാരണം ഭയങ്കര ഒരു ഓവർ സോഫ്റ്റ് ഒന്നും ആയി പോവില്ല, നല്ല സോഫ്റ്റും ആയിരിക്കും. ഇങ്ങനെ തളർന്നു പോവില്ലേ ചിലത്, അങ്ങനെയല്ല, നല്ല സോഫ്റ്റും ആയിരിക്കും. എന്നാൽ നല്ല
നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. നമുക്ക് ആ ഇഡ്ഡലി കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റും നന്നായിരിക്കും. പിന്നെ ഇച്ചിരി ഉലുവയും കൂടി ഇടും. ഉലുവ എപ്പോഴും ഞാൻ വെള്ളത്തിലിടുമ്പോൾ ഉഴുന്നിൻ്റെ കൂടെ ഇടുള്ളൂ. ഉഴുന്ന് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ടിട്ട് ഞാൻ ആ വെള്ളം കൊണ്ട് തന്നെയാണ് എപ്പോഴും ഇഡ്ഡലി അരയ്ക്കാറ് കേട്ടോ, ഇഡ്ഡലിക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും, നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഈ ഉലുവയുടെ വെള്ളമൊക്കെ നല്ലതാണല്ലോ, അപ്പോൾ അത് അരിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകി കളയൂലേ, അതുകൊണ്ടാണ് ഞാൻ ഉഴുന്നിൽ തന്നെ ഇടുന്നത് കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സന്ധ്യ കഴിയുമ്പോൾ, ഞാൻ മിക്കവാറും ഇപ്പോൾ ഇവിടെ അരയ്ക്കലൊക്കെ സന്ധ്യക്കൊന്നുമല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ്. കാരണം ചൂടായത് കാരണം ഓവറായിട്ട് പൊങ്ങിപ്പോവും രാവിലെ ആകുമ്പോൾ. അപ്പോൾ ഞാനൊരു 10 മണിക്ക് മുന്നേ ആയിട്ട് ഒരു 9:30 കഴിയുമ്പോൾ തന്നെ അങ്ങ് അരച്ചു വയ്ക്കും കേട്ടോ. അപ്പോൾ ഈ ഇഡ്ഡലി കണ്ടോ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാൻ രാവിലെ ഉണ്ടാക്കിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ഈ ഇഡ്ഡലി തട്ടിൽ ഞാൻ ചെറുതായിട്ടൊന്ന് എണ്ണ ഗ്രീസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇത് ഒട്ടും പിടിക്കാതെ നമുക്ക് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കാവുന്ന പരുവത്തിന് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രപ്പോർഷനൊക്കെ ഒന്ന് മാറ്റി പിടിക്കണമെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കറക്റ്റ് പ്രപ്പോർഷൻ ഒന്ന് ചെയ്ത് നോക്കൂ, എന്തായാലും നന്നായിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ സാമ്പാർ ഇന്ന് ഞാൻ വെച്ചപ്പോൾ ഒരു സ്വല്പം വെള്ളം കൂടിപ്പോയി, ഒരിച്ചിരി ഗ്രേവി കൂടുതലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, സാമ്പാർ ഇഡ്ഡലി ആക്കി. അങ്ങനെ സാമ്പാറങ്ങ് മേലെ ശരിക്കും അങ്ങോട്ട് ഒഴിച്ച് എടുത്തു. അപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും ഏതായാലും കുറുകി നല്ല പാകത്തിനാവും. പിന്നെ ഷൈച്ചേട്ടൻ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫ്രൈഡേ ആണ് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ ഷൈച്ചേട്ടൻ പോയി വാങ്ങിക്കണേ. ആൾ വർക്ക് ഫ്രം ഹോം ആയിരിക്കും. അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് ഈ വക സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. രാവിലെ ഓഫീസിൽ പോകുന്ന തിരക്കും ബഹളങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ല ഫ്രഷ് വെണ്ടയ്ക്കയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് മെഴുക്ക് വരട്ടി എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്നു വിചാരിച്ച് ആ ആവശ്യത്തിന് മാത്രം എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കണം കുറച്ച് നേരം. അപ്പം ഇത് പുറത്ത് പോയപ്പം മാർക്കറ്റിൽ കയറിയിട്ട് നല്ല മീനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അയിലയാണ് വാങ്ങിച്ചത്. 1 കിലോ അയില വാങ്ങിച്ചു. അത്യാവശ്യം വലിപ്പമുണ്ട്. ഇപ്പോൾ നമുക്ക് ചില ദിവസങ്ങളിൽ അവിടെ വെട്ടിത്തരാനായിട്ട്, മീൻ ക്ലീൻ ചെയ്ത് തരാനായിട്ട് തിരക്കുണ്ടാവും. അപ്പം തിരക്കുള്ള ദിവസങ്ങളിൽ ചിലപ്പം അങ്ങനെ നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് പോരും. അത്ര നേരം അവിടെ ചിലപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും, ഭയങ്കര തിരക്കായിരിക്കും. ഇന്നിപ്പം കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വലിയ ഇലയായത് കാരണം ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഇന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ട, പോരേന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കേട്ടോ അയില ക്ലീൻ ചെയ്യണേ. ഒരു കത്രികയും കത്തിയൊക്കെ എനിക്ക് വേണം. എനിക്ക് കത്തി മാത്രം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ അങ്ങനെ ശീലിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് വലിയ പിടിയില്ല. മുള്ളൊക്കെ വെട്ടിക്കളയാൻ എനിക്ക് എപ്പോഴും കത്രിക തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ മീനാകെ പാകമായി പോവും. അപ്പോൾ നന്നായിട്ട് ഇതിന് പിന്നെ ചെതമ്പലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അകത്തുനിന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. നമുക്കങ്ങനെ ചെതമ്പലൊക്കെ തെറിച്ച് അല്ലെങ്കിൽ ആകെ വൃത്തികേടാവും. ഈ അപ്പാർട്ട്മെൻറ്റിലൊക്കെ വെച്ച് മീൻ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പണി കിട്ടുന്നത് അതൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ ഈസി ആയിട്ട് വേഗം ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മുള്ള് വെട്ടിക്കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കയ്യിലൊക്കെ മുള്ള് കൊള്ളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. വേണമെങ്കിൽ ആ ചെകിളയുടെ ഇപ്പുറത്തെ ഒരു സൈഡിലുള്ളതും കൂടെ വേണമെങ്കിൽ പൊളിച്ച് കളയാം. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എനിക്കിങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഉള്ളിലുള്ളതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബാലൻസും കൂടെ ഉള്ളിലൊരു അയില ചാള അതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത ഭാഗം ഉണ്ടാവില്ല, വയറിൻ്റെ ഒരു കറുത്ത കോട്ടിങ് ഉണ്ടാവും. അതെപ്പോഴും കളയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വയറിന് അത്ര സുഖമാവില്ല, ചില ആളുകൾക്കൊട്ടും പിടിക്കില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെപ്പോഴും ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ 1-2 എണ്ണം ഞാൻ വറക്കാനും കൂടെ എടുക്കുന്നുണ്ട്. അതൊക്കെ വരഞ്ഞ് നമുക്ക് അരപ്പൊക്കെ പുരട്ടി വയ്ക്കാം. ഇപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇടുന്നില്ല, ജസ്റ്റ് നമ്മുടെ പൊടികൾ മാത്രമേ ഇടുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും. പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം, അതല്ലെങ്കിൽ വിനാഗിരി ചേർക്കാം. ഇപ്പം ഞാൻ വിനാഗിരിയാണ് ചേർക്കണേ. അങ്ങനെ അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു നേരമായിട്ടോ. ഏകദേശം 1 മണിയോടൊക്കെ അടുത്തു. ഞാനിത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ തന്നെ 1 മണിയോടൊക്കെ അടുത്തു. കാരണം മീൻ ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് ഇത്തിരി സമയം വേണം കേട്ടോ. അതിപ്പോൾ എത്ര ചെറുതാണെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്ത് വരുമ്പോൾ ഇച്ചിരി സമയമാവും. അപ്പം ഫാസ്റ്റായിട്ട് മീൻ ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പച്ചക്കറിയൊക്കെ നമുക്ക് വേഗം ആക്കിയെടുക്കാമല്ലോ. ഈ ഫിഷിൻ്റെയൊക്കെ ക്ലീനിങ് പരിപാടികളും ഈ ഇറച്ചിയാണെങ്കിലും ചിക്കനൊക്കെ വാങ്ങിച്ചാലും കഴുകിയെടുക്കലൊക്കെ എനിക്ക് ഇച്ചിരി സമയം വേണം. ഞാൻ ഓരോന്നും ഇങ്ങനെ നന്നായിട്ടൊക്കെ ക്ലീൻ ചെയ്തൊക്കെ എടുക്കുള്ളൂ, എന്നാലേ എനിക്കൊരു തൃപ്തിയാവുള്ളൂ കേട്ടോ.
പിന്നെ നമ്മൾ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കല്ലിൽ അരച്ചെടുക്കാം. അല്ല അരച്ചല്ല, ഇങ്ങനെ കല്ലിൽ നമ്മളിങ്ങനെ ഉരച്ചെടുക്കൂലേ, അരച്ചല്ല ഉരച്ചെടുക്കാം. വലിയ ചാളയും മയിലയൊക്കെ പയ്യെ ഒന്നിങ്ങനെ ആ കരിങ്കല്ലിലൊന്ന് ഉരച്ചെടുക്കുമ്പോഴുണ്ടല്ലോ നല്ല ഇങ്ങനെ വെട്ടിത്തിളങ്ങണ പോലെ വരും കേട്ടോ. എനിക്കങ്ങനെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്ത് കണ്ടിരിക്കണേ. അപ്പോൾ അത് കാരണം എപ്പോഴും അങ്ങനെ ചെയ്ത് എനിക്ക് ഇങ്ങനെ വന്ന് മീൻ വെട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കല്ലുണ്ട് കേട്ടോ, ഇങ്ങനെ നമ്മൾ മഞ്ഞളൊക്കെ അരക്കാൻ വാങ്ങിക്കണ ഒരു കല്ലില്ലേ, അങ്ങനത്തെ ഒരു കല്ല് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചില മീനുകളൊക്കെ ഞാൻ അങ്ങനെ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഈ അയിലേക്ക് നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് അല്ലാതെ തന്നെ. അപ്പോൾ ഞാൻ ഉള്ളതൊക്കെ വറക്കാൻ മാറ്റിയതൊക്കെ ഒന്ന് അരപ്പൊക്കെ പുരട്ടി അതൊരു ബോക്സിലാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ നമ്മൾ വറക്കാനായിട്ട് എടുക്കുമ്പോഴേക്കും നന്നായിട്ട് മസാലയൊക്കെ ശരിക്കും പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഈ ബാക്കി ഉണ്ടായിരുന്ന അയില ഞാൻ രണ്ടായിട്ടാണ് കേട്ടോ വെക്കണേ. ഒരു പാത്രത്തിൽ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്, ഒരു പാത്രം മാറ്റുന്നത് ഇപ്പോൾ വെക്കാനാണ്. പക്ഷേ സമയക്കുറവുണ്ട്, ഞാൻ ഇനി ഈ അയില വെച്ച് ചോറ് കഴിക്കുമ്പോൾ ഒരു നേരമായി പോവും കറി വെച്ചിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ വൈകുന്നേരത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് രണ്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റും കേട്ടോ. അപ്പോൾ ഫ്രീസറിലേക്ക് മാറ്റാനുള്ളതിൽ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ആ ഫ്രീസറിലിരുന്ന് വാട്ടം മുഴുവനും അതങ്ങ് ഡ്രൈ ആയിപ്പോയിട്ട് ഒരു മാതിരി ടേസ്റ്റ് വരും. അപ്പോൾ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ നമുക്ക് മീൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഷൈച്ചേട്ടനും ഭാറും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. പുറത്ത് പോയിരുന്നത് നമ്മുടെ താഴത്തെ കടയിലൊന്ന് പോയി. അവർ മെയിനായിട്ട് പോയത് നമ്മുടെ ഈ പനങ്കരിക്കുണ്ടല്ലോ, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തൊട്ട് താഴത്തെ ഒരു പച്ചക്കറി കടയുണ്ട്. അപ്പോൾ അവിടെ ഇപ്പം കുറച്ച് നാളായിട്ട് ഈ പനങ്കരിക്കും കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഫ്രഷ് ആയിട്ട് അവർ വെട്ടിത്തരും കേട്ടോ. അത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരെണ്ണത്തിന് 10 രൂപ ആ ഒരു റേറ്റാണ്. അങ്ങനെ 5 6 എന്തോ വാങ്ങിച്ചിട്ടുണ്ട്. 6 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 60 രൂപയ്ക്ക്. അപ്പോൾ ഞാനതൊക്കെ കഴിച്ചു കേട്ടോ. അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ പാറുവിനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ആ ഐസ്ക്രീം, പിന്നെ കുക്കുംബർ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു സോഡ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊരു സോഡ സർബത്ത് കുടിക്കും കേട്ടോ. ഉപ്പിട്ടാണ് കുടിക്കുക. ഉപ്പിട്ട് കുടിക്കണ ഇഷ്ടം, നല്ല തണുത്തത് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ണാനായിട്ട് ഞാൻ മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ വറുത്തു കേട്ടോ ഇപ്പോഴത്തേക്ക്. ബാക്കി ഫ്രീസറിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അയില വറുത്തതും പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക് ഒന്നും ആക്കിയില്ല കേട്ടോ. വെണ്ടയ്ക്ക് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പം എൻ്റെ പ്ലാനിൽ അങ്ങ് കറിയാക്കാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ നമ്മുടെ രാവിലെ വെച്ച സാമ്പാറുണ്ടല്ലോ, അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാമ്പാറും മീൻ വറുത്തതും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അതും ഞാനൊരു കുക്കുംബറും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ചാറുണ്ടല്ലോ നമുക്ക്. അപ്പോൾ പാറുവിന് കുക്കുംബർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവളത് നടന്ന് കഴിക്കുകയാണ്. ചോറുണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ പാറുക്കുട്ടി ഷൈച്ചേട്ടൻ്റെ ടേബിളിൽ കയറി ഇരുന്നിട്ട് ഷൈച്ചേട്ടൻ കാണിക്കുന്ന പോലെ തന്നെ ഇരുന്നിട്ട് ആ ലാപ്ടോപ്പ് വെച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അവളിങ്ങനെ ഭയങ്കര ഒബ്സർവേഷനാണല്ലോ പിള്ളേർക്ക്, ഇവരെ നമ്മളെന്താ ചെയ്യണമെന്നുള്ളത്. എന്നിട്ട് അതുപോലെ ലാപ്ടോപ്പിൽ കൈവച്ചിട്ട് ഇങ്ങനെ ആ കീബോർഡിൽ കൈവച്ച് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവളുടെ ഒരു പിന്നെ ഷൈച്ചേട്ടൻ കുറച്ച് നേരം ഇരുത്തിയിട്ട് പയ്യെ പൊക്കിയ ആളെ. അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ ഇരുന്നിട്ട്. ചില സമയത്തൊക്കെ ഇങ്ങനെ കയറിയിരുന്ന് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അങ്ങനെ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇരുണ്ടുകൂടി വന്നിട്ടോ, മഴ പെയ്യാനായിട്ടുള്ള ഒരു ഇതുമാതിരി. അപ്പോൾ ചിലപ്പോൾ ഇവിടെ കാറ്റത്ത് തള്ളി പോവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ലൊരു ഉഗ്രം മഴ അങ്ങോട്ട് പെയ്തു കേട്ടോ. നല്ല അടിപൊളി മഴയായിരുന്നേ. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.